ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ട് വരുന്ന മൂന്നാമത്തെ ഷിപ്പാണ് നാവി എസ്റ്റംബോ. നമ്മുടെ മുന്നിലൂടെ തന്നെയായിരിക്കും ഷിപ്പ് കടന്നു വരുന്നത്. ശ്രീലങ്കയിലെ കൊളംബോ പോർട്ടിൽ നിന്നാണ് നാവി എസ്റ്റംബോ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്നത്. കപ്പൽ നിറയെ കണ്ടെയ്നർ തന്നെയാണ്. ട്രയൽ റണ്ണിന്റെ ഭാഗമായിട്ട് വരുന്ന മൂന്നാമത്തെ ഷിപ്പും ട്രാൻസ്ഷിപ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന രണ്ടാമത്തെ ഷിപ്പുമാണ് നാവി എസ്റ്റംബോ. നാവി എസ്റ്റംബോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ലൈബീരിയയുടെ ഫ്ലാഗാണ് നാവി എസ്റ്റംബോയിലുള്ളത്. അതുമാത്രമല്ല, ബിൽഡ് 2009 ഡിസംബർ 21 ബിൽഡ് ചെയ്ത ഷിപ്പാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു വരുന്നത്. ലെന്ത് ആവട്ടെ 261 മീറ്റർ, ബെർത്ത് ആവട്ടെ 32.2 മീറ്റർ, ഡെപ്ത് 19.3, ഡ്രാഫ്റ്റ് മാക്സിമം ഡ്രാഫ്റ്റ് 12.6. ഇപ്പോൾ ഷിപ്പിന്റെ ഡ്രാഫ്റ്റ് 11.2 മീറ്ററാണ്. കണ്ടെയ്നർ കപ്പാസിറ്റി 4250 TUV ആണ്. 16 ക്രൂ മെമ്പേഴ്സുമാണ്. 16 പേരും ഫിലിപ്പീൻസാണ്. ഈ 16 ക്രൂ മെമ്പേഴ്സുമായിട്ട് നമ്മുടെ നാവി എസ്റ്റംബോ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കടന്നു വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. രാവിലെ ആയതുകൊണ്ട് നല്ലൊരു മൂടൽ മഞ്ഞുണ്ട്. വളരെ വലിയ ശക്തമായ തിരമാല തന്നെയാണ് അടിക്കുന്നത്. കാരണം ഈ ഭാഗത്തൊന്നും ബ്രേക്ക് വാട്ടറിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ല. തിരമാലയെ കീറി മുറിച്ച് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ടിലേക്ക് കടന്നു വരുന്ന നാവി എസ്റ്റംബോയെ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായി വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നത് സാൻ ഫെർണാണ്ടോ, അതിനുശേഷം മരീന അസൂർ, മൂന്നാമത്തെ ഷിപ്പാണ് നാവി എസ്റ്റംബോ. വളരെ സാവധാനമാണ് ഷിപ്പ് എത്തുന്നത്. മരീന അസൂറിനെക്കാട്ടിയും ഏതാണ്ട് 11 മീറ്റർ നീള കൂടുതലുള്ള ഷിപ്പാണ് നാവി എസ്റ്റംബോ. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. മരീന അസൂറിൻ്റെ കണ്ടെയ്നർ കപ്പാസിറ്റി 4556 TUV ആണെങ്കിൽ നാവി എസ്റ്റംബോയുടെ കണ്ടെയ്നർ കപ്പാസിറ്റി 4250 TUV ആണ്. കാരണം ഈ മരീൻ അസൂറിനെക്കാട്ടിയും 11 മീറ്റർ നീളക്കൂടുതലുള്ള ഷിപ്പ് നാവി എസ്റ്റംബോ ആയതിനാൽ കണ്ടെയ്നർ കൂടണമെന്നില്ല. കാരണം നാവി എസ്റ്റംബോയുടെ ബെർത്ത് 32.2 മീറ്ററാണ്. പക്ഷേ മരീൻ അസൂറിൻ്റെ 34.7 ആണ്. ഇത് രണ്ട് വ്യത്യാസമുണ്ട്. കൂടുതൽ ബെർത്തിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഷിപ്പിൻ്റെ വീതി വളരെ കൂടുതൽ മരീൻ അസൂറിനായിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന നാവി എസ്റ്റംബോയിനെക്കാട്ടിയും നീളക്കുറവുള്ള ഷിപ്പ് മരീൻ അസൂർ ആയിട്ട് കൂടി കണ്ടെയ്നർ കപ്പാസിറ്റി വളരെ കൂടുതലാണ് മരീൻ അസൂറിന്. വളരെ സാവധാനമാണ് നാവി എസ്റ്റംബോ നമ്മുടെ മുന്നിലൂടെ നീങ്ങുന്നത്. നമുക്ക് വ്യക്തമായിട്ട് ഷിപ്പിനെ കാണാൻ സാധിക്കും. ഇതാ ടക്ക് ബോട്ടുകളെയും തൊട്ട് ബാക്കിൽ തന്നെയുണ്ട്. 2 ടക്ക് ബോട്ടുകളും ഒരു ടക്ക് ബോട്ട് ബാക്കിലും ഫ്രണ്ടിലുമായിട്ടാണ്. ഡോൾഫിൻ 28 ആൻഡ് ഡോൾഫിൻ 35 2 ടക്ക് ബോട്ടുകളാണ് നമ്മുടെ നാവി എസ്റ്റംബോനെ നമ്മുടെ പോർട്ടിലേക്ക് എത്തിക്കുന്നത്. വളരെ സാവധാനം നീങ്ങുന്ന നാവി എസ്റ്റംബോ ഉദയസൂര്യൻ്റെ കിരണങ്ങൾ പതിച്ച് തിളങ്ങുന്ന നാവി എസ്റ്റംബോ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് മൂന്നാമത്തെ ഷിപ്പായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ആദ്യം വരുന്ന ഷിപ്പുകളെയൊന്നും ഒരിക്കലും നമ്മൾ മറക്കാൻ പോകുന്നില്ല. ആദ്യമായി വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കണ്ടെയ്നർ കപ്പൽ സ്വപ്നം കാണുന്നവർക്ക് ആ സ്വപ്ന ലോകത്തിൽ പറന്നിറങ്ങുന്ന ഷിപ്പുകളാണ് നമ്മൾ ഈ പറയുന്ന സാൻ ഫെർണാണ്ടോയും മരീൻ അസൂറിൻ്റെയും നമ്മൾ ഈ കാണുന്ന നാവി എസ്റ്റംബോയും. ഈ ഷിപ്പുകളെല്ലാം സ്വപ്ന ലോകത്ത് നിന്നും പറന്നിറങ്ങുന്ന ഷിപ്പ് പോലെയാണ്. ഈ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് കണ്ടെയ്നർ ഷിപ്പ് വരുമെന്ന് സ്വപ്നം കാണുന്നവരുടെ മനസ്സിലുള്ളത്. നമ്മളും അതേപോലെ തന്നെയാണ്. വളരെ ആഗ്രഹിച്ച നിമിഷങ്ങൾ തന്നെയാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. വളരെ സാവധാനമാണ് ഷിപ്പ് നീങ്ങുന്നത്. നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഷിപ്പിനെ കാണാൻ സാധിക്കും. കരയിലൊക്കെ വലിയ തിരമാലകൾ തന്നെയാണ് ഇവിടെയുള്ളതെന്ന് കാണാൻ സാധിക്കും.
പക്ഷേ കപ്പൽ ചാലിൽ അധിക തിരമാലകളൊന്നുമില്ല. കണ്ടോ, ഇവിടെയുള്ള തിരമാല നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നാവി എസ്റ്റംബോ അങ്ങനെ നമ്മുടെ പോർട്ടിനെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 261 മീറ്റർ നീളമാണ് നാവി എസ്റ്റംബോയ്ക്കുള്ളത്. അതായത് സാൻ ബെർണാണ്ടോ ഷിപ്പിന് 299.9 മീറ്റർ നീളമാണ്. ആ ഷിപ്പിനെ അപേക്ഷിച്ച് ഏകദേശം 38 മീറ്റർ നീളക്കുറവുള്ള ഷിപ്പാണ് നാവി എസ്റ്റംബോ. ഷിപ്പ് വളരെ സാവധാനത്തിലാണ് ഷിപ്പ് നീങ്ങുന്നത്. ഇപ്പോൾ ഷിപ്പ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മളെ പോർട്ടിലെ പൈലറ്റായ തുഷാർ. അദ്ദേഹമാണ് ഷിപ്പിനെ നമ്മുടെ പോർട്ടിനകത്തോട്ട് അടുപ്പിക്കുന്നത്. ഇപ്പോഴാണ് സൂര്യപ്രകാശനം എത്തിയിട്ടുള്ളത്. വളരെ സാവധാനത്തിൽ നീങ്ങുന്ന നാവി എസ്റ്റംബോയെ റോപ്പ് കൊണ്ട് ടൈ ചെയ്തിട്ടുണ്ട്. 2 ടക്ക് ബോട്ടുകളും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ചുകൂടി അടുത്തുള്ള വിഷ്വലിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ഷിപ്പിനെ കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഷിപ്പ് ഇപ്പോൾ ബ്രേക്ക് വാട്ടറിൻ്റെ അകത്ത് പ്രവേശിക്കുന്നു. അതായത് നമ്മുടെ പോർട്ടിനകത്ത് ഷിപ്പ് ഇപ്പോൾ പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ച. ഞാൻ ഒന്നുകൂടി ഷിപ്പിൻ്റെ ഡീറ്റെയിൽ പറയാം. ഷിപ്പിൻ്റെ ആ ഫ്ലാഗ് ആവട്ടെ ലൈബീരിയൻ ഫ്ലാഗാണ്. 2009 ഡിസംബർ 23 നിർമ്മിച്ച ഷിപ്പാണ്. ബിൽഡ് ചെയ്ത ഷിപ്പാണ് നാവി എസ്റ്റംബോ. 261 മീറ്റർ ഷിപ്പിന് നീളമുണ്ട്. ബെർത്ത് ആവട്ടെ 32.2 മീറ്റർ. ഡെപ്ത് ആവട്ടെ 19.3 മീറ്റർ. ഡ്രാഫ്റ്റ് മാക്സിമം ഡ്രാഫ്റ്റ് 12.6 ഇപ്പോൾ ഷിപ്പ് നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഡ്രാഫ്റ്റ് 11.2 മീറ്ററാണ്. കണ്ടെയ്നർ കപ്പാസിറ്റി 4250 TEU കപ്പാസിറ്റിയാണ്. 16 ക്രൂ മെമ്പേഴ്സ്, അതായത് ഫിലിപ്പിനോയിലെ 16 ക്രൂ മെമ്പേഴ്സായിട്ട് നമ്മുടെ നാവി എസ്റ്റംബോ ശ്രീലങ്കയുടെ കൊളംബോ പോർട്ടിൽ നിന്നാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ട്രാൻസ്ഷിപ്മെൻ്റെ ഭാഗമായിട്ട് 2ാമത് ഷിപ്പാണ് നാവി എസ്റ്റംബോ. പക്ഷേ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് വരുന്ന 3ാമത് ഷിപ്പാണ് നാവി എസ്റ്റംബോ. വളരെ സാവധാനത്തിലാണ് പോർട്ടിലേക്ക് പ്രവേശിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഉദയസൂര്യനങ്ങളാൽ തിളങ്ങുന്ന ഷിപ്പും നമ്മുടെ പോർട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ 8 STS ക്രെയിൻ്റെ ബൂം പൂർണ്ണമായിട്ടും ഉയർത്തി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ച. ഷിപ്പിനെ 2 ടക്ക് ബോട്ടും ഒരു പൈലറ്റ് ബോട്ടും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വളരെ സാവധാനം മാത്രമേ ഷിപ്പ് പോർട്ടിനകത്തോട്ട് പ്രവേശിക്കൂ. കാരണം ഇതൊരു കൺസെഷണൽ പോർട്ടാണ്. ഫസ്റ്റ് ഫേസിൽ നമുക്ക് 2960 മീറ്റർ ബ്രേക്ക് വാട്ടറും 800 മീറ്ററുമാണ് ബെർത്ത്. അതിൽ 400 മീറ്ററാണ് ബെർത്ത് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുക. ആ 400 മീറ്ററിലെ ബെർത്തിലേക്ക് ബെർത്ത് ചെയ്യാൻ വന്നിരിക്കുന്ന ഷിപ്പാവട്ടെ 261 മീറ്റർ നീളമാണ്. സാൻ ബെർണാണ്ടോ ആവട്ടെ 299.9 മീറ്റർ നീളമുള്ള ഷിപ്പാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്തിൽ ആദ്യമായി വന്ന ഷിപ്പ്. ഇത് 3ാമത് വരുന്ന ഷിപ്പാണ്. ഇതിനാവട്ടെ 261 മീറ്റർ നീളമാണ്. നിലവിൽ മരിയ നസൂർ ആവട്ടെ 250 മീറ്റർ നീളമാണ്. മരിയ നസൂറിനെ കാട്ടിയും 10 മീറ്റർ നീളക്കൂടുതലുള്ള ഷിപ്പാണ് നാവി എസ്റ്റംബോ. പക്ഷേ മരിയ നസൂറിൻ്റെ കണ്ടെയ്നർ കപ്പാസിറ്റി 4556 TUV ആണ്. കാരണം മരിയ നസൂറിൻ്റെ ബെർത്ത് 37.4 മീറ്റർ ആണെങ്കിൽ നമ്മുടെ നാവി എസ്റ്റംബോയുടെ ബെർത്ത് ആവട്ടെ 32.2 മീറ്ററാണ്. കുറച്ചുകൂടി വീതി കൂടുതലുണ്ട് നമ്മുടെ മരിയ നസൂറിന്. അതിനാൽ കണ്ടെയ്നർ കപ്പാസിറ്റി കൂടുതലും മരിയ നസൂറിന് തന്നെയാണ്. നമ്മുടെ നാവി എസ്റ്റംബോയ്ക്കാവട്ടെ 4250 TUV ആണ് കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ളത്. ഷിപ്പ് സാവധാനം നമ്മുടെ ബെർത്തിലേക്ക് അല്ലെങ്കിൽ പോർട്ടിനകത്ത് പ്രവേശിച്ചിരിക്കുന്നു. ബ്രേക്ക് വാട്ടർ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. 2 ടക്ക് ബോട്ടുകളെയും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. മേഴ്സ്കിൻ്റെ കണ്ടെയ്നറാണ് ധാരാളമുള്ളത്. 90% മേഴ്സ്കിൻ്റെ അല്ലെങ്കിൽ 99% മേഴ്സ്കിൻ്റെ കണ്ടെയ്നർ തന്നെയാണുള്ളത്.
നാവിയസ് എന്നുള്ള ബാഡ്ജിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലുള്ള ധാരാളം കണ്ടെയ്നർ ഷിപ്പ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഇനിയും ധാരാളമായി ഒഴുകിയെത്തുന്നതായിരിക്കും. വളരെ സാവധാനം ഷിപ്പ് നമ്മുടെ ബർത്തിലേക്ക് അടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ ബർത്ത് സർവ്വ സജ്ജീകരണമായി ഷിപ്പിനെ വരവേൽക്കാനായി 8 STS ക്രെയിൻ്റെ ബൂം പൂർണ്ണമായി ഉയർത്തി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡോൾഫിൻ 28 ആൻഡ് ഡോൾഫിൻ 35 ഈ 2 ടഗ് ബോട്ടുകളും നമ്മുടെ ഈ നാവിയസ് ടെമ്പോ എന്ന് പറയുന്ന ഷിപ്പിനെ പുഷ് ചെയ്ത് ബാക്കിലോട്ട് നീക്കുന്നതാണ്. കാരണം ബ്രേക്ക് വാട്ടറിൻ്റെ വശത്തിലേക്ക് പുഷ് ചെയ്ത് മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഷിപ്പ് ഇപ്പോൾ 2 ടഗ് ബോട്ടുകളും പുഷ് ചെയ്ത്, എനിക്ക് തോന്നുന്നു ബ്രേക്ക് വാട്ടർ തൊട്ട് ബാക്കിലാണ്, ബ്രേക്ക് വാട്ടറിൻ്റെ അടുത്തേക്ക് ഷിപ്പിനെ നീക്കുവാണ്. വളരെ സാവധാനത്തിൽ പുഷ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ 8 STS ക്രെയിൻ്റെ ബൂം പൂർണ്ണമായും ഉയർത്തി വെച്ചിട്ടുണ്ട്. ഈ രണ്ടാമത്തെ സെക്ഷനിലാണോ ആദ്യത്തെ സെക്ഷനിലാണോ കപ്പൽ ബർത്ത് ചെയ്യുമെന്ന് അറിയാൻ സാധിക്കുന്നില്ല. കാരണം നിലവിലിപ്പോൾ ഷിപ്പ് ഉള്ളത്, നേരത്തെ ഉള്ള ഷിപ്പെല്ലാം ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്ക് പോയിട്ടാണ് തിരിഞ്ഞെങ്കിൽ ഇപ്പോൾ അങ്ങനെ അല്ല സംഭവിച്ചിട്ടുള്ളത്. ബ്രേക്ക് വാട്ടറും ബെർത്തിൻ്റെയും ഇടയ്ക്കാണ് ഷിപ്പ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് തിരിയാനാണോ എന്നറിയില്ല. ഏതായാലും നമുക്ക് നോക്കാം. ഷിപ്പ് വളരെ സാവധാനത്തിൽ തന്നെയാണ് നമ്മുടെ പോർട്ടിനകത്ത് പ്രവേശിച്ചിട്ടുള്ളത്. ടഗ് ബോട്ടിൻ്റെ പൂർണ്ണ ഹാൻഡ്ലിംഗ് ഉണ്ട്. അതുമാത്രമല്ല, ഷിപ്പിൻ്റെ ഇപ്പോഴുള്ള പൈലറ്റ് നമ്മുടെ പോർട്ടിലെ പൈലറ്റായ തുഷാർ, അദ്ദേഹമാണ് ഷിപ്പിൻ്റെ പൈലറ്റ്. ഈ 2 ഷിപ്പുകളും വളരെ സാവധാനത്തിലും കൃത്യതയോടും നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തേക്ക് അടുപ്പിച്ച പൈലറ്റാണ് നമ്മുടെ തുഷാർ. അദ്ദേഹത്തിൻ്റെ ബിഗ് സല്യൂട്ട്. വളരെ സാവധാനം ഷിപ്പ് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഏത് പോർഷനിലാണ് തിരിയുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. നമുക്ക് നോക്കാം. 261 മീറ്ററാണ് ഷിപ്പിൻ്റെ നീളമുള്ളത്. ഇനി ധാരാളം ഷിപ്പുകൾ, കണ്ടെയ്നർ ഷിപ്പുകൾ വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് വരുന്ന 3ാമത്തെ ഷിപ്പും ട്രാൻസ്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന 2ാമത്തെ ഷിപ്പുമാണ് നമ്മുടെ മുന്നിൽ കാണുന്ന നാവിയസ് ടെമ്പോ. ഒരു മൂടൽ മഞ്ഞുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ക്ലാരിറ്റി ആയിട്ട് തോന്നുന്നത്. ഈ സ്ഥലങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. രാവിലെയാണ് ഷിപ്പ് എത്തിയിട്ടുള്ളത്. ഏതാണ്ട് 7-7:15 മണിയായിട്ടേ ഉള്ളൂ. ശക്തമായ തിരമാല ഉള്ളത് കാരണം, താഴെ നമുക്ക് കാണാൻ സാധിക്കും, ശക്തമായ തിരമാല ഉള്ളത് കാരണം ഇവിടെയെല്ലാം ഒരു മൂടൽ മഞ്ഞ് പോലെയാണുള്ളത്. ഷിപ്പ് വളരെ സാവധാനം മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ അടുത്തൊരു വേറൊരു പൊസിഷനിലാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഷിപ്പ് കുറച്ച് തിരിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെയും രാവിലെ ആയത് കാരണം മൂടൽ മഞ്ഞ് വളരെ കൂടുതലാണ്. നമ്മുടെ ഷിപ്പ് ഇപ്പോൾ ബർത്തിലേക്ക് അടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത്. ഉദയസൂര്യൻ ഇതാ നമ്മുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിലും ഇവിടുത്തെ മൂടൽ മഞ്ഞ് വളരെ കൂടുതലാണ്. എന്നാലും നമുക്ക് ഷിപ്പ് നോക്കാം. നമ്മളെ ബർത്തിലേക്ക് അടുപ്പിക്കുന്ന നാവിയസ് ടെമ്പോനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വളരെ സാവധാനമാണ് ബർത്തിലോട്ട് ഷിപ്പ് അടുക്കുന്നത്. എല്ലായ്പ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റി തന്നെയായിരുന്നു ഇവിടെ നിന്നും. പക്ഷേ ഷിപ്പിൻ്റെ ഏറ്റവും അടുത്തുള്ള വിഷ്വൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ആദ്യം കണ്ട വ്യൂവിൽ നിന്നും റോഡ് മാർഗം 5 കിലോമീറ്റർ യാത്ര ചെയ്താൽ മാത്രമേ ഇവിടെ എത്താൻ സാധിക്കൂ. 5 കിലോമീറ്ററിന് അടുത്തോളം വരും ഏതായാലും. പക്ഷേ ഇവിടെ ഓടി വന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ഇവിടെയും മൂടൽ മഞ്ഞ് വളരെ കൂടുതൽ തന്നെയാണ്. ഞാൻ കാണുന്നതോടൊപ്പം നമ്മുടെ ഫ്രണ്ട്സിനെ കാണിക്കാൻ വേണ്ടിയാണ്
നമ്മൾ ഓടി വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ നല്ല മൂടൽമഞ്ഞാണ്. എന്നാലും വളരെ സാവധാനത്തിൽ നമ്മുടെ ബെർത്ത് നമുക്ക് വ്യക്തമായിട്ട് ഈ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് വളരെ പരിചിതമായ വിഷ്വലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ബെർത്ത് നമ്മുടെ തൊട്ടടുത്താണ്. 8 STS ക്രെയിൻ്റെയും ബൂം പൂർണ്ണമായി ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ യാർഡ് പോർഷനൊന്നും നമുക്കൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഷിപ്പ് വളരെ രാവിലെയാണ് എത്തിയത്. ഇപ്പോൾ 7:30-8 മണിക്ക് അകത്തേ ആവണുള്ളൂ. രാവിലെ വളരെ വലിയ ക്ലൗഡ് തന്നെയാണ്. മഞ്ഞ് വളരെ കൂടുതലാണ് ഇവിടെ. കാരണം തിരമാലയുടെ ശക്തി വളരെ കൂടുതലാണ്. അത് കാരണം തിരമാലയുടെ പവർ കാരണം നമ്മുടെ ഈ പറയുന്ന വാട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് എയറിലെല്ലാം നല്ല സ്പ്രെഡായിരിക്കുന്നു. ഇനി ശക്തമായ വെയിൽ വന്നാൽ മാത്രമേ, സൂര്യകിരണങ്ങൾ ശക്തമായി വന്നാൽ മാത്രമേ അതിനൊരു മാറ്റമുണ്ടാവുള്ളൂ. എന്നാലും നമ്മുടെ ഷിപ്പ് വളരെ സാവധാനത്തിലാണ് നീങ്ങുന്നത്. ഷിപ്പിൻ്റെ ബാക്കിലായിട്ട് 3 ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഫസ്റ്റ് കണ്ട വ്യൂവിലാവട്ടെ ഷിപ്പിനെ ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്ക് പുഷ് ചെയ്ത് ഈ പറയുന്ന ഡോൾഫിൻ ടക്കുകൾ നീക്കുന്നതാണെങ്കിൽ, ഇപ്പോൾ ബെർത്തിൻ്റെ സൈഡിലേക്ക് പുഷ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. വളരെ സാവധാനമാണ് പുഷ് ചെയ്യുന്നത്. ഉദയസൂര്യൻ്റെ കിരണങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ബെർത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഷിപ്പിനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു പൊസിഷനിലെത്തും. കാരണം സൂര്യൻ വളരെ വേഗം എത്തിയിരിക്കുന്നു. 261 മീറ്റർ നീളമുള്ള ലൈബീരിയൻ ഫ്ലാഗുള്ള 32.2 മീറ്റർ ബെർത്തുള്ള 19.3 ഡെപ്തുള്ള മാക്സിമം ഡ്രാഫ്റ്റ് 12.6 മീറ്റർ. ഇപ്പോൾ നിലവിൽ 11.2 മീറ്ററാണ് ഇതിൻ്റെ ഡ്രാഫ്റ്റ്. 16 ക്രൂ മെമ്പേഴ്സുമായിട്ട് 16 പേരും ഫിലിപ്പിനോക്കാരാണ്. നമ്മുടെ നാവിയോസ് ടെമ്പോ ഷിപ്പ് ഇതാ വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രത്തിലേക്ക് അടുത്തിരിക്കുന്നു. ആ ഒരു മനോഹരമായ കാഴ്ച ഇപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ, ട്രാൻസ്ഷിപ്മെൻ്റ് ഭാഗമായിട്ട് വരുന്ന 2ാമത്തെ ഷിപ്പാണ് നമ്മുടെ ഈ നാവിയോസ് ടെമ്പോ. പക്ഷേ കണ്ടെയ്നർ ഷിപ്പ്, അതായത് നമ്മുടെ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് വരുന്ന 3ാമത്തെ ഷിപ്പ്, അതായത് ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് വരുന്ന 3ാമത്തെ കണ്ടെയ്നർ ഷിപ്പാണ് നമ്മുടെ നാവിയോസ് ടെമ്പോ. ആദ്യമായി വന്ന് സാൻ ബെർണാണ്ടോ 299.9 മീറ്റർ. രണ്ടാമത് വന്ന് മരീൻ അസൂർ 250 മീറ്റർ ലെന്ത്. മൂന്നാമത് വന്ന ഷിപ്പാണ് നാവിയോസ് ടെമ്പോ. ലെന്ത് 261 മീറ്ററാണ്. മരീൻ അസൂറിനെക്കാട്ടിയും 11 മീറ്റർ നീള കൂടുതലുള്ള ഷിപ്പ്. പക്ഷേ ഇതിൻ്റെ ബെർത്ത് ആവട്ടെ 32.2 മീറ്ററാണ്. മരീൻ അസൂറിന് 37.4 മീറ്റർ ഡെപ്തുണ്ട്. അതിനാൽ കണ്ടെയ്നർ കപ്പാസിറ്റി നമ്മുടെ നാവിയോസ് ടെമ്പോയിനെക്കാട്ടിയും കൂടുതൽ മരീൻ അസൂറിന് തന്നെയാണ്. നമ്മൾ വളരെ കാലമായിട്ട് നമ്മുടെ വിഴിഞ്ഞം പ്രദേശത്ത് നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ വളരെ ദൂരെയായിട്ട് വളരെ ചെറിയ രീതിയിൽ കണ്ടെയ്നർ ഷിപ്പ് ധാരാളം ദിനം പ്രതി കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ കണ്ടെയ്നർ ഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിൽ അടുക്കുമ്പോൾ അതൊരു അഭിമാന നിമിഷം തന്നെയാണ്. ധാരാളം ഷിപ്പുകൾ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇനി വിഴിഞ്ഞം പോർട്ടിൽ എത്തുന്നതായിരിക്കും. 11.2 മീറ്റർ ഡ്രാഫ്റ്റുള്ള നമ്മുടെ നാവിയോസ് ടെമ്പോയ്ക്ക് ഇതേപോലെ ഒരിരട്ടി കൂടി ഡെപ്ത് ഉണ്ട്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന് ഏതാണ്ട് 20-22 മീറ്ററോളം ഡെപ്ത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിനുണ്ട്. നാച്ചുറലായിട്ട് തന്നെ 18 മുതൽ 20 മീറ്റർ ഡെപ്തുള്ള ആഴക്കടൽ പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട്. വളരെ സാവധാനമാണ്. ടഗ് ബോട്ടുകളുടെ പ്രഷർ കാരണം വളരെ ചെറിയ പ്രഷറുകൊണ്ട് നമ്മുടെ ഈ ബെർത്തിലേക്ക് അടുക്കുന്നത്. ബെർത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വ്യക്തമല്ല, ചെറിയൊരു മൂടൽ മഞ്ഞുണ്ട്. എന്നാലും ആ മൂടൽ മഞ്ഞിൻ്റെ പ്രകാശങ്ങളിലെ ഇടയിലൂടെ നമുക്ക് ബെർത്തിനെ കാണാൻ സാധിക്കും. ബെർത്തും ഇപ്പോൾ ഷിപ്പും തമ്മിൽ അടുത്തിരിക്കുന്നു. വളരെ രാവിലെയാണ് ഷിപ്പ് എത്തിയത്. ഇന്നലെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 8-8:30 മണിയോടെ കൊളംബോ പോർട്ടിൽ നിന്നും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്കാണ്
നമ്മുടെ നാവിയസ് ടെമ്പോ തിരിച്ചിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു, അപ്ഡേഷൻ തന്നിരുന്നു. സാറ്റലൈറ്റ് അല്ല, നമ്മളെ ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ ട്രാക്ക് ചെയ്ത് ഷിപ്പിനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ആ ട്രാക്ക് ചെയ്ത ഷിപ്പ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നും. എനിക്ക് മാത്രമല്ല, എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം ഉറപ്പായിട്ട് കാണും. കാരണം നമ്മൾ ട്രാക്കിങ്ങിലൂടെ മാത്രം, ഒരു ചെറിയ ആരോ മാർക്കിലൂടെ മാത്രമാണ് ഷിപ്പിനെ കണ്ടുള്ളത്. ആ ഷിപ്പ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് അതിയായ സന്തോഷം എനിക്കും ഈ വീഡിയോ കാണുന്നവർക്കുണ്ട് എന്ന് എനിക്കറിയാം. അതുതന്നെയാണ് നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് നൽകുന്നതുകൊണ്ടാണ് പിന്നെയും നമ്മൾ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ അപ്ഡേഷൻ വീഡിയോ, സാറ്റലൈറ്റുള്ള മെഷർമെൻറ്റ്, ഷിപ്പ് ട്രാക്കിംഗ്, പിന്നെ നേരിട്ട് പോർട്ടിൽ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. ഇതെല്ലാം തരുന്നത് പൂർണ്ണമായും നമ്മുടെ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. ഇനിയും ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഷിപ്പ് ഇപ്പോൾ വളരെ സാവധാനം, നമുക്ക് കണ്ടാൽ മനസ്സിലാവും, വളരെ സാവധാനം നമ്മുടെ ബെർത്തിൻ്റെ അടുത്തേക്ക് നീങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. 99% മേഴ്സിൻ്റെ കണ്ടെയ്നറാണ് ധാരാളമുള്ളത്. ഞാനുള്ളത് ഏറ്റവും അടുത്തുള്ള വിഷ്വലിൽ തന്നെയാണ് ഞാനുള്ളത്. ഇപ്പോൾ ഷിപ്പ് തെളിഞ്ഞു വരുന്നു മീൻസ് നമ്മുടെ ഈ ക്ലൈമറ്റിലുള്ള ചേഞ്ച്, അതായത് നമ്മുടെ മൂടൽ മഞ്ഞ് കുറച്ച് മാറിയിട്ടുണ്ട്. ഷിപ്പിന് നമുക്ക് വളരെ അടുത്തായിട്ട് ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിരിക്കുന്നു ഷിപ്പ്. ഇപ്പോൾ ഒന്ന് കാണാൻ സാധിക്കും. ആദ്യം ഷിപ്പ് വന്നപ്പോൾ തന്നെ 4 ടക്ക് ബോട്ടുകളുടെ സമയത്ത് ഇപ്പോൾ 2 ടക്ക് ബോട്ടിൻ്റെ ആവശ്യമേ ആ ഷിപ്പുകൾക്കുള്ളൂ എന്ന് തോന്നുന്നു. 2 ടക്ക് ബോട്ടുകളാണ് ഇതിലുള്ളത്. 2 ടക്ക് ബോട്ടുകളുടെ പ്രഷർ കൊണ്ടാണ് ഷിപ്പ് വളരെ സാവധാനത്തിൽ നമ്മുടെ ബെർത്തിലേക്ക് അടുക്കുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഷിപ്പ് ഇപ്പോൾ ഓഫ് എന്ന് പറയുന്ന പൊസിഷനിലല്ല. ഷിപ്പ് ഇപ്പോൾ എനിക്കൊരു ന്യൂട്രൽ മോഡലാണ്. ഷിപ്പ് എഞ്ചിൻ ഓഫല്ല, പക്ഷേ റണ്ണിങ്ങിലുമല്ല. ഷിപ്പ് നമ്മുടെ ടക്ക് ബോട്ടിൻ്റെ സഹായത്തോടെ മാത്രം തന്നെയാണ് ഷിപ്പ് നമ്മുടെ ബെർത്തിലേക്ക് നീങ്ങുന്നത്. ഇതാ നമുക്ക് വ്യക്തമായിട്ട് ടക്ക് ബോട്ടുകളെ കാണാൻ സാധിക്കും. ഇതാ 2 ടക്ക് ബോട്ടുകൾ വളരെ വലിയ പ്രഷർ കൊടുത്തിട്ടായിരിക്കും നമ്മുടെ നാവിയസ് ടെമ്പോനെ ബെർത്തിലേക്ക് അടുപ്പിക്കുന്നത്. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ച. കാരണം ധാരാളം ഷിപ്പിംഗ് കമ്പനിയാണ് നമ്മുടെ ലോകമെമ്പാടുമുള്ളത്. ഇതിലെ ഓരോ ഷിപ്പും ഓരോ നിറവും ഓരോ സൈസും ഓരോ കണ്ടെയ്നർ കപ്പാസിറ്റിയുമാണ്. അത്തരത്തിലുള്ള ധാരാളം ഷിപ്പുകൾ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ വരുമ്പോൾ കാണാനുള്ള ആകാംക്ഷ വളരെ കൂടുതൽ തന്നെയായിരിക്കും. ഇപ്പോൾ ഷിപ്പ് ഇപ്പോൾ ബെർത്തിനോട് ചേർന്ന് വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ച. ധാരാളം ഷിപ്പുകൾ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഉടൻ തന്നെ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാ ഷിപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ബെർത്തും നമ്മുടെ ഷിപ്പും തമ്മിലുള്ള ലെന്ത് കുറഞ്ഞിരിക്കുന്നു. അതായത് ബെർത്തിനോട് ചേർന്ന് വരികയാണ് നമ്മുടെ നാവിയസ് ടെമ്പോ. വളരെ സാവധാനമാണ് ഷിപ്പ് നീങ്ങുന്നത്. ഇപ്പോൾ ഷിപ്പ് ഹാൻഡിൽ ചെയ്യുന്നത് ഷിപ്പിലെ പൈലറ്റല്ല, നമ്മുടെ പോർട്ടിലെ പൈലറ്റായ തുഷാറാണ്. അദ്ദേഹമാണ് ഈ വന്ന 2 ഷിപ്പുകളും, സാൻ ബെർണാണ്ടോയും മരിയൻ അസൂറിനെയും നമ്മളെ പോർട്ടിലേക്ക് പ്രവേശിപ്പിച്ചതും പോർട്ടിൽ നിന്നും പുറത്ത് കൊണ്ടുപോയതും, അതായത് പോർട്ടിൻ്റെ പുറത്തേക്ക് ഷിപ്പിനെ എത്തിച്ചതും നമ്മുടെ തുഷാർ തന്നെയാണ്. എല്ലാ പോർട്ടിലും അങ്ങനെ തന്നെയായിരിക്കും. പോർട്ടിലൊരു പൈലറ്റ് ഉണ്ടാവും. ആ പൈലറ്റ് തന്നെയായിരിക്കും ഷിപ്പിനെ പോർട്ടിനകത്തും പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതെല്ലാം പോർട്ടിലെ പൈലറ്റാണ്, അല്ലാതെ ഷിപ്പിൻ്റെ ക്യാപ്റ്റനല്ല. ഇനി നമ്മൾ ഈ കാണുന്ന പോലെ ഇപ്പോൾ ടക്ക് ബോട്ടുകളുടെ പ്രഷർ വളരെ കുറയും. കാരണം ഇപ്പോൾ ബെർത്തിനടുത്തോട്ട് ചേർന്നിരിക്കുന്നു. ഇതൊരു കൺസെഷണൽ പോർട്ടാണ്. അത് കാരണം വളരെ സാവധാനം മാത്രമേ നമ്മുടെ ഈ നാവിയസ് ടെമ്പോ ഷിപ്പ് വളരെ സാവധാനം മാത്രമേ ബെർത്തിലടുപ്പിക്കുകയുള്ളൂ. എത്ര ഷിപ്പ് വന്നാലും മനസ്സിന് കുളിരേറുന്ന ഒരു കാഴ്ച തന്നെയാണ്. വർഷങ്ങളുടെ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് വളരെ ദൂരെയായിട്ട് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിലൂടെ പോകുന്ന ഷിപ്പുകൾ നമ്മുടെ കൺമുന്നിൽ, നമ്മുടെ കൈ എത്താൻ ദൂരത്ത് ഷിപ്പ് ബെർത്ത് ചെയ്യുന്ന ആ മനോഹരമായ കാഴ്ച, പലരുടെയും സ്വപ്നം കണ്ട കാഴ്ച. സ്വപ്നം കണ്ട് സാക്ഷാത്കരിക്കും മുമ്പേ മരിച്ചുപോയവരുടെ ആ സ്വപ്നം ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു. വിഴിഞ്ഞം പോർട്ടിൽ
കപ്പലെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ കണ്ടെയ്നർ കപ്പലെടുത്തിരിക്കുന്നു. ആ ഒരു കാഴ്ച. പല വലിപ്പത്തിലുള്ള ഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിൽ ധാരാളം എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും. കാരണം നമ്മുടെ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ ദൂരം, അതായത് മാക്സിമം 19 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടും ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് റൂട്ടും ഉള്ളത്. തീർച്ചയായിട്ടും ധാരാളം ഷിപ്പുകൾ വിഴിഞ്ഞം പോർട്ടിലേക്ക് ആകർഷിക്കും. ഇപ്പോൾ നമുക്ക് 400 മീറ്ററാണ് ബെർത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അതായത് 100% ഉപയോഗിക്കാൻ പറ്റുന്നത് 400 മീറ്ററാണ്. പക്ഷേ 800 മീറ്ററോളം ബെർത്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഈ 800 മീറ്റർ ബെർത്തിൽ വളരെ കുറച്ച് ഭാഗം യാർഡ് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന 400 മീറ്ററിൽ ഈ ഒരു പോർഷനിൽ ഷിപ്പ് എടുക്കുന്നത്. അല്ലെങ്കിൽ 800 മീറ്ററിൽ 2 ഷിപ്പുകൾ ഒരേ സമയം നമുക്ക് ബെർത്ത് ചെയ്യാനും ലോഡിങ് ആൻഡ് അൺലോഡ് ചെയ്യാനും വളരെ ഈസി ആയിട്ട് സാധിക്കുന്നതായിരിക്കും. ഉടൻ തന്നെ യാർഡിൻ്റെ പോർഷൻ്റെ പണികൾ കഴിയുന്നതോടെ 2 ഷിപ്പുകൾക്ക് നമ്മൾ ഈ കണ്ട ഇതിനെക്കാട്ടിയും വലിയ, അതായത് 800 മീറ്റർ ആകുമ്പോൾ 400 മീറ്ററിൻ്റെ ഏറ്റവും വലിയ ഷിപ്പ് 2 ഷിപ്പുകൾക്ക് ഒരേ സമയം വന്ന് നമുക്ക് ബെർത്ത് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മൾ ഈ കണ്ട ഈ ബെർത്തും നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ ഇടയ്ക്കുമുള്ള ആ ലെന്ത് 900 മീറ്ററാണ്. എത്ര വലിയ ഷിപ്പുകൾക്കും 400 മീറ്ററിൻ്റെ ഷിപ്പുകൾക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഈ പോർട്ടിൽ വന്ന് ഇങ്ങനെ തിരിഞ്ഞു വരാൻ സാധിക്കും. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സാറ്റലൈറ്റ് വ്യൂ ആയ സെൻറ്റിനൽ ഹബിൽ നിന്നും നമുക്ക് ഈ പറയുന്ന ബെർത്തും ബ്രേക്ക് വാട്ടറിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 800 മുതൽ 900 മീറ്റർ ഉള്ളത് കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് എത്ര വലിയ ഷിപ്പ് വന്നാലും ഇവിടെ നിന്ന് തിരിഞ്ഞ് ഈ പൊസിഷനിൽ വരാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ബെർത്തിനോട് ചേർന്ന് വരുന്ന ഈ പറയുന്ന നാവിയസ് ടെമ്പോ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് ആവട്ടെ 11.2 മീറ്ററാണ്. ഒന്നുകൂടി ഷിപ്പിൻ്റെ ഡീറ്റെയിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ലെന്ത് 261 മീറ്റർ, ബെർത്ത് ആവട്ടെ 32.2 മീറ്റർ, ഡെപ്ത് ആവട്ടെ 19.3 മീറ്റർ, ഡ്രാഫ്റ്റ് ആവട്ടെ 12.6 മീറ്റർ മാക്സിമം ഡ്രാഫ്റ്റാണ്. ഇപ്പോൾ ഷിപ്പിനുള്ളത് 11.2 മീറ്ററാണ്. 4250 മീറ്റർ 4250 TUV കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള ഷിപ്പ് 16 ക്രൂ മെമ്പേഴ്സുമായിട്ടാണ് കൊളംബോ പോർട്ടിൽ നിന്ന് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ വന്നത്. 16 പേരും ഫിലിപ്പിനോ രാജ്യക്കാരാണ്. സാൻ വെർണോണ്ടയെക്കാട്ടിയും 38 മീറ്റർ നീള കുറവുള്ള ഷിപ്പാണ് നമ്മുടെ നാവിയസ് ടെമ്പോ. പക്ഷേ മരിയൻ അസൂറിനെ കാട്ടിയും ഏതാണ്ട് 11 മീറ്റർ നീള കൂടുതലുമുണ്ട്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.